നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പുതിയ വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ അതീവ രഹസ്യമായിട്ടുള്ള രേഖകളെല്ലാം തന്നെ ഇറാൻ ചോർത്തി എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. ഈ അതീവ രഹസ്യരേഖ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇറാൻ്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള രേഖകളുണ്ട്. അതുപോലെ തന്നെ അയൺ ഡോമുമായി ബന്ധപ്പെടുത്തിയ, അതായത് വിശ്വവിഖ്യാതമായിട്ടുള്ള വളരെയധികം പവർഫുള്ളായിട്ടുള്ള അയൺ ഡോം എന്ന് ഇസ്രയേൽ തന്നെ പറയുന്ന ആ ഒരു ഇസ്രയേലിൻ്റെ അയൺ ഡോമിനെ കുറിച്ചുള്ള രേഖകളുണ്ട്. അതും ഇറാൻ ചോർത്തി എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതുപോലെ തന്നെ ഇസ്രയേലിന് എവിടെയൊക്കെ സൈനിക കേന്ദ്രമുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് ചോർത്തിയതും പോരാ, അതിൻ്റെ കൂടെ ഇത്തരം വിവരങ്ങളെല്ലാം ഇറാൻ പുറത്തുവിടാൻ പോകുന്നു, അതായത് പബ്ലിക്കാക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക്, അതായത് ഇത്രയും രഹസ്യമായിട്ടുള്ള രേഖകളാണ് ഇറാൻ പുഷ്പം പോലെ ചോർത്തിയെടുത്തുകൊണ്ട് പോയത്. ഇനി എങ്ങാനും ഇത് സംബന്ധിക്കുന്ന, അതായത് ഈ ചോർത്തിക്കൊണ്ടുപോയ ഈ രഹസ്യരേഖകളുടെ എല്ലാം കാര്യങ്ങൾ ഇറാൻ പുറത്തുവിടുകയാണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ വലിയൊരു നാണക്കേട് തന്നെയായിരിക്കും. മറ്റൊരു വാർത്ത വരുന്നത് IAEA, അതായത് അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസി, അവരുടെ ഒരു ചീഫുണ്ട്, റഫേൽ ഗ്രസി എന്ന് പറയും. അവരുടെ ഡയറക്ടറുടെ പേരാണ് ഈ റഫേൽ ഗ്രസി എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇറാനെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഫിനാൻഷ്യൽ ടൈമിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇദ്ദേഹം ഇറാനെക്കുറിച്ച് വളരെയധികം വലിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇറാൻ്റെ ആണവശേഷി മനസ്സിലാക്കാനായി നമുക്ക് 1/2 മൈലോളം താഴേക്ക് പോകണം. അതായത് 1/2 മൈലോളം ഭൂമിക്കടിയിലേക്ക് പോയാലേ എന്താണ് ഇറാനിൽ നടക്കുന്നത്, എന്താണ് ഇവരുടെ ആണവ പദ്ധതി, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത്തരം പദ്ധതികളെല്ലാം നടക്കുന്നത് അണ്ടർഗ്രൗണ്ടാണ്. അത് അത്രയും ഡീപ്പായിട്ടാണ് ഇവരിത്തരം പദ്ധതികൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനാൽ തന്നെയാണ് ഇസ്രയേലിനൊരു ക്ലൂലെസ് ആയിട്ട് നിൽക്കുന്നത്. അതായത് ഭൂമിക്കടിയിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടെത്തുക, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ കളക്ട് ചെയ്യുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ ഒരു അറ്റാക്ക് നടക്കുകയാണെങ്കിൽ തന്നെ ഇത്തരം അടിയിൽ പോയി അറ്റാക്ക് നടത്താനായിട്ടുള്ള ഒരു ശേഷി, അത് തീർച്ചയായിട്ടും വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്, ഇത്രയും അടിയിൽ പോയൊരു അറ്റാക്ക് നടത്തുക എന്നുള്ളത്. ഓർക്കണം, ഇതെല്ലാം പറയുന്നത് ആരാണ് എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കണം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മേധാവിയാണ് ഇതൊക്കെ പറയുന്നത്. അതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ഇസ്രയേൽ ബെയ്റൂട്ടിൽ നടത്തിയ ഒരു ആക്രമണമില്ലേ, ആ ഒരു ആക്രമണത്തെ വിമർശിച്ചുകൊണ്ട് ഫ്രാൻസ് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഫ്രാൻസും ഇസ്രയേലും തമ്മിൽ അത്ര കണ്ട് നല്ല ബന്ധത്തിലൊന്നും അല്ല അവർ പോകുന്നത്. ഇപ്പോൾ ഗസയിൽ നടത്തുന്ന പല കാര്യങ്ങളെയും വിമർശിച്ചുകൊണ്ട് ഫ്രാൻസ് രംഗത്ത് വരുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചു. പല കാര്യങ്ങളിലും അതിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്, ഒരു യൂറോപ്യൻ കൺട്രി ആയിട്ട് പോലും ഫ്രാൻസ് ഗസയുടെ കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകൾ അത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ലെബനനിൽ നിന്ന് ഉടനടി ഇസ്രയേൽ പിന്മാറണമെന്നാണ് ഫ്രാൻസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇസ്രയേൽ ലെബനനിൽ സ്ഥാപിച്ചിട്ടുള്ള അനധികൃത സൈനിക സൈറ്റുകളും ഉടനടി മാറ്റണമെന്നാണ് ഫ്രാൻസ് ഈ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത്, ഇസ്രയേലിൻ്റെ സൈനിക തലവൻ പുതിയ പ്രവർത്തന പദ്ധതി, അതായത് ഓപ്പറേഷൻ പ്ലാൻ ഇപ്പോൾ പുതിയതായിട്ട് എന്തോ കൊണ്ടുവന്നിരിക്കുകയാണ്. മിക്ക പ്ലാനുകളും പൊട്ടിയാലും ശരി, ഇരിക്കട്ടെ പുതിയൊരെണ്ണം എന്ന രീതിയിലാണ് പുള്ളി ഇപ്പോൾ പുതിയ പ്ലാനുമായിട്ട് വന്നിരിക്കുന്നത്. എന്താണ് ആ പ്ലാനെന്ന് നമുക്ക് നോക്കാം. ഇസ്രയേലിൻ്റെ സൈനിക മേധാവിയായിട്ടുള്ള ഇയാൽ സമീർ വെള്ളിയാഴ്ചയാണ് പദ്ധതിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ഗസയിലെ വടക്കൻ തെക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കാനായിട്ടാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അടുത്ത 2 മാസത്തിനുള്ളിൽ, ഓർത്തോണം, അടുത്ത 2 മാസത്തിനുള്ളിൽ ഗസയുടെ 75% നിയന്ത്രണത്തിലാക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് കിണഞ്ഞ് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ഈ 2 മാസം കൊണ്ട് ഇദ്ദേഹം നടത്താൻ പോകുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു പ്ലാനുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. എന്തായാലും എന്താകുമെന്നറിയാം. 2 മാസം കഴിഞ്ഞിട്ട് നോക്കാം എന്ത് നടക്കുമെന്ന്.